Hello all, welcome to Triangles Lectures, India's #1 BTech education platform. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മളെ കീം സീരീസിലെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കീമിന്റെ നിങ്ങളുടെ ചാപ്റ്ററിലെ +2ലെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കീമിൽ എക്സാമിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത് കീമിലെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ചാപ്റ്റർ ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 8 to 10 ക്വസ്റ്റ്യൻസ് കീം എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 8 to 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കീം എക്സാമിന് മുന്നത്തെ ഇയേഴ്സിലൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്താണ്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ കീം എക്സാമിന് വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായി ചെയ്ത് നോക്കി പഠിച്ചു നോക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സെഷൻ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓൾസോ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കമന്റ് ബോക്സിൽ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ക്വസ്റ്റ്യൻ നോക്കിക്കോ. Two identical coils of 5 turns each carry 1 ampere and 2 ampere current respectively. രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള കോയിൽസ് ഉണ്ട്. അതിന്റെ ആ ഐഡന്റിക്കൽ ആയിട്ടുള്ള കോയിൽസിന് എത്ര ടേൺസ് ഉണ്ട്, 5 ടേൺസ് ഉണ്ട്. ഒരു കോയിൽ എത്ര കറണ്ട് ആണ് ക്യാരി ചെയ്യുന്നത്, 1 ആംപിയർ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കോയിൽ 2 ആംപിയർ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മളോട് പറയുന്നത് assume that they have a common center with their planes parallel to each other. അതിന് രണ്ടിനും ഒരു കോമൺ സെന്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. പിന്നെ ആ രണ്ട് കോയിൽസിന്റെയും പ്ലെയിൻസ് എങ്ങനെയാണ്, പാരലൽ ടു ഈച്ച് അതർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം അസ്യൂം ചെയ്തിട്ടാണ് നമ്മളോട് ബാക്കി ചെയ്യാൻ പറയുന്നത്. If their radius is 1 meter each and the direction of flow of current in the coils are in opposite directions, then the magnetic field produced on its axial line at the distance of √3 meter from the common center is. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കറിയുന്നത് തന്നെയാണ്. ഒരു സർക്കുലർ കോയിൽ ആണെങ്കിൽ ഈ സർക്കുലർ കോയിലിന്റെ ഒരു ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 0 തന്നിട്ടുണ്ട്, 15 μ0/16 തന്നിട്ടുണ്ട്, 80 μ0/16, 5 μ0/16, 16 μ0/16. ഇതൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസ്. എന്താണ് കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ നോക്കണം. ഇതിനു വേണ്ടി നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, നിങ്ങളുടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. നിങ്ങളുടെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സർക്കുലർ കോയിൽ ഉണ്ടെങ്കിൽ ഒരു സർക്കുലർ കോയിലിന്റെ നമ്മളൊരു സർക്കുലർ കോയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കുലർ കോയിലിന്റെ ആക്സിയൽ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റുകളിലേക്കുള്ള ലെങ്ത് എ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സെന്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ലെങ്ത് എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാലോ. ഇങ്ങനെയുള്ള ഒരു കോയിൽ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിലെ ഈ കോയിലിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എക്സ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ എക്സ് നമുക്ക്, ഓക്കെ ഇതിന്റെ ഈ ഒരു ലെങ്ത് r ആണ്, അതായത് ഇതിന്റെ റേഡിയസ് r ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഇസ് B ഈക്വൽ ടു എന്താണ്, μ0 n I r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into r സ്ക്വയർ പ്ലസ് e സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ
കോയിൽ വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് വയർ വെച്ചിട്ടുള്ളത്, സോളിനോയിഡ്, ടോറോയിഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സർക്കുലർ ലൂപ്പിന്റെ ഇക്വേഷൻ ആണിത്. ഇവിടെ n ടേൺസ് ഉള്ള സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത്. ഒരൊറ്റ കോയിൽ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? m0I_r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് a² ഹോൾ റേസ് ടു 3/2 എന്ന് വരും അല്ലെ. ഇത് n ടേൺസ് ഉള്ള ഒരു കോയിലിന്റെ കേസിലാണ് ഈ ഒരു കേസ് പറയുന്നത്. n ടേൺസ് കോയിൽ ആണെങ്കിൽ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ഈ വരച്ച സെയിം സംഭവം തന്നെ, അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്നുള്ള ഫിഗർ പറയാം. ഇതിന്റെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് റിങ് ഉണ്ട്. ഈ റിങ് എന്താണ്? രണ്ട് റിങ്സ് ഉണ്ട്. ഈ റിങ്സിന് എന്താണ്? ഒരു കോമൺ സെന്റർ ആണ്. ആ കോമൺ സെന്ററിൽ നിന്നും എങ്ങനെയാണ് ഒരു കോമൺ സെന്റർ ആയിട്ടുള്ള രണ്ട് റിങ്സ് ഉണ്ട്. ഈ റിങ്സിന്റെ ഫിഗർ രണ്ട് റിങ്സ് ഉണ്ട്. ഈ റിങ്സിന്റെ കോമൺ സെന്റർ ആയിട്ടുള്ള രണ്ട് റിങ്സ് ഉണ്ട്. ആ റിങ്സിന്റെ ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇതിൽ ടേൺസ് എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടേൺസ് എത്രയാന്ന് പറഞ്ഞിട്ടുള്ളത്? ടേൺസിന്റെ നമ്പർ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് 5 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് പറഞ്ഞു? നമ്മൾ രണ്ട് കോയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് കോയിലിലെ കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. സെക്കൻഡ് കോയിലിലെ കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. ഓക്കെ, ദെൻ പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ആ ഒരു രണ്ട് കോയിൽസും ഐഡന്റിക്കൽ ആണ്. അതിന്റെ റേഡിയസ് 1 മീറ്റർ ആണ്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആക്സിയൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √3 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? n തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോയിലിലെ കറണ്ട് ഞാൻ I1 എടുക്കുന്നു, വിച്ച് ഇസ് 1 ആംപിയർ. സെക്കൻഡ് കോയിലിലെ കറണ്ടിന് ഞാൻ I2 എടുക്കുന്നു, വിച്ച് ഇസ് 2 ആംപിയർ. പിന്നെ ആ ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള കോയിൽസിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, 1 മീറ്റർ ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? അതിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് √3 മീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കോമൺ സെന്ററിലെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? നെറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡിന് സമമായിരിക്കും? നമുക്കറിയുന്നതാണ് ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയും സെക്കൻഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയും സമമായിരിക്കും എന്തെന്ന് പറയുന്നത്? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സിനാരിയോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് the flow of current in the coins are in opposite direction. രണ്ട് കോയിലിലെയും ഈ പറയുന്ന രണ്ട് കോയിലിലെയും ചാർജിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കറന്റ് ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ കോയിൽസ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് കോയിലിലെ ഫസ്റ്റ് കോയിൽ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B1 എന്നെടുക്കുന്നു. ഇറ്റ് വിൽ ബി μ0 n I1 r² ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2 ഇൻറ്റു a പ്ലസ് a² പ്ലസ് r² ഹോൾ റേസ് ടു 3/2. ദെൻ B2 എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അവിടെ ഐന്റെ കേസിൽ എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വരുന്നത്. I2 r² ഇൻറ്റു 2 a² പ്ലസ് r² ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഓക്കെ, ദെൻ അവിടുത്തെ ആ ഒരു പൊസിഷനിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വിച്ച് വിൽ ബി B1 പ്ലസ് B2. പക്ഷെ നമ്മൾ അവിടെ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് I1 ആൻഡ് I2 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് വരുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് അല്ലെ. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർമ്മിച്ച് വെക്കേണ്ടത്. അതായിരിക്കും നിങ്ങൾക്ക് തെറ്റിപ്പോവാനുള്ള ചാൻസ് വരാനുള്ള ഒരു പോർഷൻ. അപ്പൊ നമ്മൾക്ക് B നെറ്റ് എന്താന്ന് കിട്ടും? B നെറ്റ് വിൽ ബി μ0 n I1
ആർ സ്ക്വയർ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിൽ ഏതൊക്കെയാ ടേംസ് എന്ന് കോമൺ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുമല്ലോ. ഞാൻ നിങ്ങൾക്ക് നീങ്ങാനും ആർക്കെങ്കിലും അത് പെട്ടെന്ന് കത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടും എഴുതുന്നുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 into a square plus r square whole raised to 3/2. ഇതിൽ ഏതൊക്കെ ടേംസ് ആണ് കോമൺ? mu0 n i അല്ലാത്ത ബാക്കി എല്ലാ ടേംസും, ഇത്രയും ടേംസ് എന്താണ് രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടേംസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ ബി നെറ്റ് എന്തായിട്ട് വരും? ബി നെറ്റ് വിൽ ബി ഈക്വൽ ടു mu0 n കോമൺ ആണ്, i കോമൺ അല്ല, പിന്നെ ആർ സ്ക്വയർ കോമൺ ആണ്, 2 കോമൺ ആണ്, a സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 രണ്ടിലും കോമൺ ആണ്, i1 മൈനസ് i2 എന്ന് വരും. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തപ്പോ മൈനസ് സൈന് മൈനസ് സൈൻ കേട്ടാ, മൈനസ് സൈൻ. ഓക്കെ, i1 മൈനസ് i2 മൈനസ് സൈൻ വരാനുള്ള കാരണം എന്താ? ഈ പറഞ്ഞ പോലെ കറണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട്. ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്താൽ മതി? mu0 അവിടെ നിൽക്കട്ടെ, എന്നിന്റെ വാല്യൂ എന്തായിരുന്നു? 5 ആയിരുന്നു. ആർ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? √3 ഹോൾ സ്ക്വയർ. അഗെയിൻ ആറിന്റെ വാല്യൂ എന്താണ്? 1 സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഇന്റെ i1ന്റെ വാല്യൂ എന്താണ്? i1 ഈസ് ഈക്വൽ ടു, ഓക്കെ, i1ന്റെ വാല്യൂ 2 ആണ്. ദെൻ i2ന് നമുക്ക് 1 എന്ന് എടുക്കാം. ഓക്കെ, ഇതിൽ ജസ്റ്റ് i1 i2 ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. ഇതിൽ ഫസ്റ്റ് 1 ആംപിയർ 2 ആംപിയർ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ മൈനസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ദെൻ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 - 1 എന്ന് എടുത്തേ ഉള്ളൂ. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഇത് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 5 mu0 ഡിവൈഡഡ് ബൈ 2 into 3 + 1 ഹോൾ റേസ് ടു 3/2 into 1 എന്ന് വരും അല്ലേ? ഓക്കെ, into 1. ദെൻ ഇതെന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ 3 + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 raised to 3 + 1 ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 raised to 3/2 അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് അതിനെ 2 സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാം അല്ലേ? സിമ്പിൾ അല്ലേ? രണ്ടും 4 raised to 3/2 2 സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ആണെങ്കിലും രണ്ടും ഓക്കെ ആണ് അല്ലേ? ഇനി ഇത് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഓക്കെ, 4 raised to 3/2ന്റെ ആൻസർ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 + 1 4 raised to 3/2 സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? ദിസ് 4 raised to 1/2 നേരത്തെ എഴുതിപ്പോയത് തെറ്റിപ്പോയതാണ്. 4 raised to 1/2 ഹോൾ ക്യൂബ് ഞാൻ എഴുതിയത്. ഓക്കെ, 4 raised to 1/2 ഹോൾ ക്യൂബ്. 4 raised to 1/2 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 4 raised to 1/2 എന്ന് പറഞ്ഞാൽ √4 അല്ലേ? √4 ഹോൾ ക്യൂബ്. √4 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 8 ആണ് വരിക. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 5 mu0 ഡിവൈഡഡ് ബൈ ഈ ഒരു 2 into 8 ആണ് വരിക. ദാറ്റ് ഇസ് 5 mu0 ഡിവൈഡഡ് ബൈ എന്ത് വരും? 16 ടെസ്ല എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് നമ്മളെ ഇക്വേഷൻസിൽ നമ്മളെ ഓപ്ഷൻസിൽ ഉണ്ടോ? 5 mu0 ഡിവൈഡഡ് ബൈ 8 അല്ല 5 mu0 ഡിവൈഡഡ് ബൈ 16. യെസ്, ഇക്വേഷൻ അല്ല ഓപ്ഷൻ ഡി ആണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം എന്താ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഒരെണ്ണത്തിന്റെ കൺസിഡർ ചെയ്തു, രണ്ടാമത്തിന്റെ കൺസിഡർ ചെയ്തു. നെറ്റ് വരുന്ന സമയത്ത് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ രണ്ട് കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ ഒരു മൈനസ് സൈൻ വരുന്നു. അത് നമ്മൾ ചെയ്തു, ജസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഇക്വേഷനിലെത്തി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ മിഡ് പോയിന്റ് at a point midway between two parallel long wires carrying current in the same direction is 10 microtesla. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിൽ പറഞ്ഞ സമയത്ത് രണ്ട് വയേഴ്സ് ഉണ്ട്. വയേഴ്സ് എന്താണ്? പാരലൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മിഡ് പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഡയറക്ഷനിലും ചാർജ് അല്ല കറണ്ട് ഒരേ ഡയറക്ഷനിലായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? 10 microtesla എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് നോക്കിയാൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്മോളർ കറണ്ട് എമംഗ് ദം ഈസ് റിവേഴ്സ് ദ ഫീൽഡ് ബിക്കം 30 microtesla. ദ റേഷ്യോ ഓഫ് ദ ലാർജർ കറണ്ട് ടു സ്മോളർ കറണ്ട് ഇൻ ദം ഈസ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്?
3:1, 2:1, 4:1, 3:2, 3:4 ഒക്കെയാണ് നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഞാൻ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞുതരാം. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 വയേഴ്സ് ഉണ്ട്. ഈ വയേഴ്സിന്റെ മിഡ് പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ബി നെറ്റ് ഒരു രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡില് ഒരു രണ്ട് കാരണം എന്തുണ്ടായിരിക്കും? ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് B1 + B2 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റിലെ കേസില് ഈ രണ്ട് കോയിൽസിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാണ്. അതാണ് I1 ഉം I2 ആണ്, ഒരേ ഡയറക്ഷനിലാണ്. അപ്പോ I1 ഉം I2 ഒരേ ഡയറക്ഷനിലാണെങ്കിൽ when current, ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് when current is in same direction, മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? ബി നെറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 മൈക്രോ ടെസ്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് 10 മൈക്രോ ടെസ്ല ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ when current, ഓക്കെ, ഇതില് പറയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് ഇതിന് പറയുന്നതിന് പകരം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇതിലെ ചെറിയ കറണ്ട്, അതായത് I1 ആണോ I2 ആണോ നമുക്കറിയില്ല, I1 ആണോ I2 ആണോ, അതിൽ ഏതാണോ ചെറിയ കറണ്ട്, ആ ചെറിയ കറണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 30 മൈക്രോ ടെസ്ലയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ I2ന്റെയും I1ന്റെയും റേഷ്യോ ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഒരേ ഡയറക്ഷനിലായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്തെന്ന് പറയുന്നത്? ഡിറക്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് എന്ത് യൂസ് ചെയ്താ? നമ്മളല്ല റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഫസ്റ്റ് കേസിൽ, അതായത് I1ന്റെ കേസിലെ I1ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? അപ്വേർഡ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആ ഒരു പോർഷൻ യൂസ് ചെയ്ത്, അതായത് ഈ ഒരു പോർഷൻ യൂസ് ചെയ്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? അവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻവേർട്സ് ആയിരിക്കും വരുന്നത് അല്ലെ. ഈ I1ന്റെ B1ന്റെ ഡയറക്ഷൻ ഇൻവേർട്സ് ആയിരിക്കും. ഇനി I2 കാരണം ഉണ്ടാകുന്നതോ ആ ഒരു പൊസിഷനിൽ ഇറ്റ് വിൽ ബി ഔട്ട്വേർഡ്സ് ആയിരിക്കും. അതായത് എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, അല്ലെങ്കിൽ മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലെ. അപ്പോ നമുക്ക് നോക്കാം. ബി നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ബി നെറ്റ് ഈക്വൽ ടു, നമുക്കറിയാലോ, ഒരു വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? ഒരു വയർ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമുക്കറിയാം. അത് ആദ്യം എഴുതിയിട്ട് അതൊക്കെ പോവാട്ടോ. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ആദ്യം എഴുതുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടക്ടിങ് വയർ, ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള വയർ അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് വയറിന്റെ കറന്റ് ക്യാരിങ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? വിച്ച് ഇസ് B ഈക്വൽ ടു μ0 I/2πr ആണ്. R എന്താണ്? ആ ഒരു കറണ്ടിൽ നിന്നും ആ ഒരു വയറിൽ നിന്നും നമ്മൾ ഏതൊരു പോയിന്റ് ആണോ എടുക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് R എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. നമ്മൾ ഈ ഇക്വേഷനൊക്കെ ഒന്ന് എന്താ പറയാ, ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ B1 എന്തായിരിക്കും? ബി നെറ്റ് എന്തായിരിക്കും വരുന്നത്? B1 വരുന്നത് ഇറ്റ് വിൽ ബി, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം തന്നെയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് കറന്റ് ക്യാരിങ് ലൂപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ലൂപ്പ് ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുമ്പോൾ വയറാണ് പറയുന്നത്. ഇറ്റ് ഇസ് I1 ഡിവൈഡഡ് ബൈ 2πr. ഇനി B2 എന്ന് പറയുന്നത് μ0 I2 ഡിവൈഡഡ് ബൈ 2πr ആയിരിക്കും. വെൻ, ഇനി എന്താണ് നമ്മൾ അവിടെ എടുത്ത സിനാരിയോ എന്ന് പറയുന്നത്? വെൻ both I1 and I2
ആർ ഇൻ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിലായിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അറ്റ് മിഡ്വേ പോയിന്റ് അല്ലെങ്കിൽ at midpoint of wires the magnetic field will എന്ത് ചെയ്യും? ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലെ? വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് നമുക്ക് അറിയാവുന്ന കേസ്. അത് നമുക്ക് എങ്ങനെ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാകും. ഞാൻ ഇപ്പൊ ഇതൊരു വയറാണ്. ഈ വയറിന് അപ്വേർഡ്സ് ആയിട്ട് എന്ത് പോകുന്നു? കറണ്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്വേർഡ് ഡയറക്ഷനിൽ തമ്പ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? എന്റെ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്യണം. കേൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഈ ഒരു പൊസിഷനിലെ എന്താണ് നമ്മുടെ കറണ്ടിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻവേർഡ്സും, ഈ ഒരു സൈഡില് അതായത് ഈ ഒരു സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ്സും ആണ്. അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോ നിങ്ങൾക്ക് നോക്കിയാല് നിങ്ങളുടെ ഈ ഒരു പൊസിഷനില് നിങ്ങളുടെ നിന്ന് എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ അകത്തേക്ക് ഇൻവേർട്സ് ആയിട്ട് പോകുന്നു മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു സൈഡിലോ നിങ്ങളിലേക്ക് വരുന്നു, അതായത് നിങ്ങളിലേക്ക് ഔട്ട്വേർഡ്സ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. അങ്ങനെയാണ് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ മുകളിലോട്ട് നമ്മൾ തമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ പുറത്തോട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു പൊസിഷനിൽ അകത്തോട്ടും ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അകത്തോട്ടും ഇവിടെ പുറത്തോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? ക്യാൻസൽ ഔട്ട് ചെയ്യും അല്ലെ? അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്തായിരിക്കും? ഓക്കെ, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അസ്യൂം എന്താ അസ്യൂം ചെയ്യുന്നത്? ദാറ്റ് ഇസ് I1 ഈസ് ഗ്രേറ്റർ ദാൻ I2 എന്ത് ചെയ്യുന്നു? നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്താണ്? ഫസ്റ്റ് കേസിൽ നമ്മള് ബി നെറ്റ് 1 എന്ന് എടുക്കുന്നു. ഞാൻ അതിനെ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? μ0 കോൺസ്റ്റന്റ് ആണ്, 2πr കോൺസ്റ്റന്റ് ആണ്. മാറുന്നത് എന്താണ്? I1 മൈനസ് I2 മാത്രമാണ് അല്ലെ? ഓക്കെ, I1 മൈനസ് I2. ഇനി നോക്കിയേ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? രണ്ടാമത്തെ കേസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെ, ഈ ഒരു ഫിഗർ തന്നെ നമ്മള് ഓക്കെ രണ്ടാമത്തെ കേസിൽ പറയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ ചെയ്യുന്നത്? റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റിവേഴ്സ് ചെയ്യുമ്പോൾ നോക്കിക്കോ. ഓക്കെ, റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ മാറ്റം വരുന്നത്? ഫസ്റ്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് റിവേഴ്സ് ചെയ്യുന്നത്. I2 ആണ് റിവേഴ്സ് ചെയ്യുന്നത്. കാരണം നമ്മൾ അസ്യൂം ചെയ്തത് അങ്ങനെയല്ലേ? I1 ഈസ് ഗ്രേറ്റർ ദാൻ I2 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. I2 നമ്മൾ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. I2 റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് I1ന്റെ പോർഷനിൽ നമ്മൾ ഇൻവേർട്സ് അല്ലെങ്കിൽ തമ്പുകൾ ചെയ്താൽ അതെന്താ വരിക? ഇൻവേർട്സ് ആ വരിക. അപ്പുറത്തും നമ്മൾ തമ്പുകൾ ചെയ്താൽ അവിടെയും വരൽ എങ്ങനെ ആയിരിക്കും? ഇൻവേർട്സ് ആയിരിക്കും. അതായത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ആഡപ്പ് ചെയ്യും അല്ലെ? അപ്പൊ ബി നെറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി μ0 ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു I1 പ്ലസ് I2 ആണ്. ഇനി ഈ R എന്ന് പറയുന്നത് ജസ്റ്റ് ഇട്ട് ആറും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് മെൻഷൻ ആക്കി വെക്കുന്നുണ്ട് ഞാന്. R എന്താണ്? ഈ ഒരു വാല്യൂ ആണ് R. ഇത് R ആണ്, ഇതും R ആണ്. ഓക്കെ, നേരത്തെ നമ്മുടെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത് R ആണ്. ഓക്കെ, മിഡ് വേ ആയതുകൊണ്ട് അപ്പുറത്തേക്കും R തന്നെ ആയിരിക്കും. ഓക്കെ, ഇൻറ്റു I2. ഓക്കെ, ഇനി നോക്കിയേ, ഇത് ബി നെറ്റ് 2. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? I1ന്റെയും I2ന്റെയും എന്താണ്? റേഷ്യോ ആണ് കാണേണ്ടത്. റേഷ്യോ കാണാൻ സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ I1ന്റെയും I2ന്റെയും റേഷ്യോ കിട്ടും. ബി നെറ്റ് 1 ഡിവൈഡഡ് ബൈ ബി നെറ്റ് 2 ചെയ്ത് നോക്കിയേ, എന്താ കിട്ടുക? μ0 I1 മൈനസ് I2 ഡിവൈഡഡ് ബൈ 2πr ആയിരിക്കും. ബി നെറ്റ് 2 എന്താണ്? μ0 I1
മൈനസ് I2 ഡിവൈഡഡ് ബൈ 2πr ആണ്. എന്ത് ക്യാൻസൽ ആയി പോവും? ഇതൊക്കെ കോമൺ, രണ്ടിലും കോമൺ അല്ലേ? അപ്പൊ അതൊക്കെ ക്യാൻസൽ ആയി. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ? I1 മൈനസ് I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2. ഓക്കെ, ഇതില് നോക്കിയേ, രണ്ടിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസില് അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും സെയിം ഡയറക്ഷനിൽ വെക്കുന്ന സമയത്ത് ഫസ്റ്റിലെ കേസിൽ എന്ന് പറയുന്നത് അവിടുത്തെ വാല്യൂ എന്താണെന്നാ തന്നിട്ടുള്ളത്? 10 മൈക്രോ ടെസ്ല ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസില് ഫസ്റ്റത്തെ കേസിൽ 10 മൈക്രോ ടെസ്ല ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ്? ദാറ്റ് ഈസ് 30 മൈക്രോ ടെസ്ല ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 10 ഡിവൈഡഡ് ബൈ 13 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ആണ്. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാലോ. ഇക്വേഷൻ എന്തായിട്ട് വരും? I1 മൈനസ് I2 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എഴുതാം അല്ലെ. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 3I1 മൈനസ് I2 വിച്ച് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. ഇനി നമുക്ക് I1ന്റെയും I2ന്റെയും വാല്യൂസ് കണ്ടൂടെ? സിമ്പിൾ ആയിട്ട് കാണാം അല്ലെ. I1നെയും I2നെയും ഒരേ ഡയറക്ഷനിലേക്ക് എഴുതിയാലേ I1 മൈനസ് നോക്കിയേ, ഈ ഇക്വേഷനിലെ I1നെയും I2നെയും ഒരേ സൈഡിൽ എഴുതാം. അതായത് ഇവിടെ LHSൽ എന്താ ഉള്ളത്? I1 I2 ആയതുകൊണ്ട് ഞാൻ LHSൽ I1 മാത്രമുള്ള രീതിയിൽ എഴുതി, RHSൽ I2 മാത്രമുള്ള രീതിയിൽ എഴുതാം. സോ എന്ത് വരും? I1 മൈനസ് I2 വിൽ ബി ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? I2 പ്ലസ് പിന്നെന്ത് വരും? 3I2 എന്ന് വരും അല്ലെ. ഇക്വേഷൻ വിൽ ബിക്കം 2I1 ഈക്വൽ ടു 4I2. അപ്പൊ I1 ഡിവൈഡഡ് ബൈ I2 എന്താണ്? I1 ഡിവൈഡഡ് ബൈ I2 ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ I1 റേഷ്യോ I2 എന്താ വരും? I1 റേഷ്യോ I2 വിൽ ബി ഈക്വൽ ടു 2:1 ആണ് അല്ലേ. 2:1 ആണ് ഇതിന്റെ റേഷ്യോ വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം I1 എന്ന് പറയുന്നത് എന്താണ്? 2I2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ വരുന്നത് 2:1 ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, നമ്മൾ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് നോക്കിയേ. യെസ്, ഓപ്ഷൻസിൽ ഉണ്ട്. ദിസ് ഈസ് 2:1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഇപ്പൊ ഇതിൽ ആലോചിക്കേണ്ടത് എന്താണ്? നേരത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് ഇതാണ്. എന്തായിരുന്നു? ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, ഒരു ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B equal to μ0 NI R² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു R² പ്ലസ് A² ഹോൾ റൈസ് ടു 3/2 ആണ്. ഇവിടെ N എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള ടേൺസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിച്ചു? ഒരു വയർ ഉണ്ട്, ഒരു കറന്റ് ക്യാരിങ് വയർ ഉണ്ടെങ്കിൽ ആ വയർ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനും പഠിച്ചു. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചതിലൂടെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് a coil of 100 turns and area 2 into 10 raised to minus 2 meter square pivoted about a vertical diameter in a uniform magnetic field carries a current of 5 ampere. When the coil is held with a plane in north-south direction, it experiences a torque of 0.3 Newton meter. When the plane is in the east-west direction, the torque is 0.4 Newton meter. The value of magnetic induction is neglects earth magnetic field. Earthന്റെ magnetic field neglect ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാല്, ഒരു കോയിൽ ഉണ്ട്. ഈ കോയിലിന് എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺസ് ഉള്ള ഒരു കോയിൽ. ഈ കോയിൽ എന്ത് ചെയ്യുന്നു? 100 ടേൺസ് ഉള്ള ഒരു കോയിൽ. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 into 10 raised to minus 2 മീറ്റർ ആണ്. ഇത് മനസ്സിലായല്ലോ. ഇനി pivoted about a vertical diameter എന്ന് പറഞ്ഞാല് അത് അതിന്റെ വെർട്ടിക്കൽ ഡയമീറ്ററിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെങ്കിൽ ആ വെർട്ടിക്കൽ ഡയമീറ്ററിനെ അബൌട്ട് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു പെന്ന് അബൌട്ട് ആയിട്ടാണ്. ഓക്കെ, ഇതാണ് എന്റെ കോയിൽ എങ്കിൽ ഈ കോയിലിന്റെ വെർട്ടിക്കൽ ഡയമീറ്റർ ആണ് ഞാൻ ഈ പറയുന്ന
എന്തെന്ന് പറയുന്നത്, ഈ ഒരു പെൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെന്നിന്റെ അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി. ഇനി ഇതെന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്ന കറണ്ട് എത്രയാണ്, 5 ആംപിയർ ആണ്. when the coil is held with its plane in north south direction and it experiences a torque of 0.3 Newton meter. When the plane is in east west direction, the torque is 0.4 Newton meter. The value of magnetic induction ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്താലോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും എങ്ങനെയാന്ന് നോക്കിക്കോ. എന്താന്ന് വെച്ചാല് ഫസ്റ്റ് കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സോറി, ആദ്യത്തെ കേസിൽ എന്ന് പറഞ്ഞാല് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോയില് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ കോയില് ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് കേസിൽ അത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നോർത്ത്, ഇതാണ് വെസ്റ്റ്, അറിയാലോ. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതായിരിക്കും ഇതിന്റെ വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇതാണ് ഇതിന്റെ വെർട്ടിക്കൽ ഡയമീറ്റർ. ആ വെർട്ടിക്കൽ ഡയമീറ്ററിനെ എബൌട്ട് ആയിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് കേസിൽ പറയുന്ന സമയത്ത് ഇത് ഇങ്ങനെ, ഞാൻ എന്റെ കൈയായിട്ട് ഒരു കോയിലായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഇവിടുത്തെ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സെയിം ഫിഗർ തന്നെ, പക്ഷെ അവിടെ എന്താണ് മാറുന്നത്, ഓക്കെ, അവിടെ മാറുന്നത് എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ കേസില് ഇത് എന്ത് ഡയറക്ഷനിലല്ല, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, സോറി നോർത്ത് സൗത്ത് ഡയറക്ഷനിലല്ല, വെസ്റ്റ് സൗത്ത് എന്നാണോ പറഞ്ഞേ, സൗത്ത്. രണ്ടാമത്തെ കേസില് ഇത് വരുന്നത് എന്ത് ഡയറക്ഷനിലല്ല, രണ്ടാമത്തെ കേസിൽ ഈ ഒരു കോയിലിനെ പ്ലേസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇതിന്റെ വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് തന്നെയാണ്, ദാറ്റ് ഇസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, റൊട്ടേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട, നിങ്ങൾ ഇത് മാത്രം ആലോചിക്കുക. ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ അത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് രണ്ടാമത്തെ കേസിൽ പ്ലേസ് ചെയ്യുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കേസിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കേസ് നമുക്കറിയാലോ, ഇതിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ടേൺസിന്റെ നമ്പർ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് n ഈസ് ഈക്വൽ ടു എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 100 ടേൺസ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കോയിലിന്റെ ഏരിയ തന്നിട്ടുണ്ട് 2 × 10⁻² മീറ്റർ സ്ക്വയർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ എന്ത് തന്നിട്ടുണ്ട്, മൂന്നാമത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് I ആണ്, ദാറ്റ് ഇസ് 2 ആംബിയേഴ്സ് ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2 ആംബിയേഴ്സ് അല്ല 5 ആംബിയേഴ്സ് അല്ലെ, സോറി. ഓക്കെ, 5 ആംബിയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, അല്ല അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്, ഫസ്റ്റ് അത് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നോർത്ത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇതിന് ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് T1 എടുക്കുന്നു, ദാറ്റ് ഇസ് 0.3 ന്യൂട്ടൺ മീറ്റർ ആണ്. രണ്ടാമത്തെ ഇതിൽ T2ന്റെ കേസിൽ അതിന്റെ ആക്ട് ചെയ്യുന്നത് 0.4 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് രണ്ടുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കാണാനുള്ളത് എന്തിന്റെ വാല്യൂ ആണ്, ബിയുടെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ബിയുടെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. സിമ്പിൾ ആയിട്ട് കാണാം. ഫസ്റ്റ് എന്താ, നമുക്ക് ടോർക്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ എന്താന്ന് നോക്കാം. ടോർക്ക് എന്താണ്, ദാറ്റ് ഇസ് M × B ആണ് അല്ലെ. ഇനി ഈ M എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് മൊമെന്റ് അല്ലേ. മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, NIA കാണാൻ പറ്റും. NIAയിൽ എല്ലാ എലമെന്റ്സും ഇതിൽ തന്നിട്ടില്ല, എല്ലാ പോയിന്റ്സും സോറി എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടില്ല. N തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 100 ആണ്. I തന്നിട്ടുണ്ട്, എത്രയാണ്, 5 ആണ്. A തന്നിട്ടുണ്ട് 2 × 10⁻². ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 10 ആ കിട്ടുക അല്ലെ. എന്താ കിട്ടുക, 10 ആംബിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ.
ഓക്കെ 10 കിട്ടാൻ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. നോക്കിയാൽ 100ഉം 10⁻², 10² ഇൻറ്റു 10⁻², രണ്ടും കട്ടായി പോകും. 5 × 2 10. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ടോർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഇസ് ടോർക്ക് എന്ന് പറയുന്നത് mb sin θ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ T1 എന്തായിരിക്കും? T1ന്റെ കേസിൽ എന്ന് പറയുമ്പോൾ അതില് mb sin θ ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുകയാണ്. തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എമ്മും ബിയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത് അല്ലേ? എമ്മിന്റെയും ബിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. ദിസ് ഇസ് എം ആൻഡ് ദിസ് ഇസ് ബി എന്ന് എടുത്താൽ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഫസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് അത് ഈ വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിൽ വെച്ചു. അതായത് ഇത് എന്ത് ചെയ്തു? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അതിപ്പോ അതിന് റെസ്പെക്ട് ആയിട്ട് എന്തും റൊട്ടേറ്റ് ആവും. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും അതേപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റിന്റെയും പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ കേസിൽ അത് എങ്ങനെ വരും? രണ്ടാമത്തെ കേസിൽ അത് ഇങ്ങനെ വരും അല്ലെ? ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഇതായിരിക്കും തീറ്റ. അപ്പോ ഈ വാല്യൂ, അപ്പൊ ഫസ്റ്റ് കേസിൽ അത് രണ്ടും തീറ്റ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ എന്താണ്? ദിസ് ഇസ് 90 - θ ആയിട്ടല്ലേ വരിക? ഓക്കെ, അത് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 90 - θ. ഫസ്റ്റ് ഇത് തീറ്റ ആയിരുന്നു, പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും ആ ആംഗിൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? എന്തായിരിക്കും? 90 - θ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിലെ T1 = mb sin θ ആണ്. രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും? T2 = mb sin 90 - θ ആകും. കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. എന്താണ് റൊട്ടേറ്റ് ആയത്? ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്ന സമയത്ത് ഇത് ബി ആണ്. ഇതായിരുന്നു മാഗ്നറ്റൈസേഷന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ആംഗിൾ എന്ന് വിചാരിച്ചു. മാഗ്നറ്റിക് മൊമെന്റിന്റെ ആംഗിൾ ഇതാണ്. ഓക്കെ, ദിസ് ഇസ് എം, ദിസ് ഇസ് ബി. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ മാറുന്നുണ്ടോ? ബിയുടെ വാല്യൂ ഇവിടെ അല്ലെങ്കിൽ ബി എന്താ ബിന്റെ അലൈൻമെന്റ് മാറുന്നുണ്ടോ? ഇല്ല. അവിടെ എന്ത് മാത്രമാണ് മാറുന്നത്? നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് മാറുന്നത്. അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലെ? അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? 90 ഡിഗ്രി ചേഞ്ച് ചെയ്യും. അപ്പൊ ആ ആംഗിൾ എത്ര വരും? അത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? ദാറ്റ് ഇസ് 90 - θ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് അത് വന്നേ. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഇപ്പൊ നമുക്ക് 90 - θന്റെ വട നമുക്കറിയാലോ. സൈൻ 90 - θ എത്രയാണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു cos θ ആണ്. നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, നമുക്കറിയാം ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടി. ദാറ്റ് ഇസ് mb cos θ എന്ന് എഴുതാം അതിന്. ഓക്കെ, അപ്പൊ T1 = mb sin θ, T2 = mb cos θ. രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ രണ്ട് ഇക്വേഷൻ ഇതിനെ ഞാൻ 1 എന്ന് എടുത്തു, ഇതിന് ഞാൻ 2 എന്ന് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 1² + 2² ചെയ്യുന്നു. 1² + 2² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? T1² + T2² = m² b² sin² θ plus m² b² cos² θ എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഇസ് m² b² കോമൺ ആയതുകൊണ്ട് തന്നെ sin² θ plus cos² θ. ഓക്കെ, ഇനി ഇത് τ1² plus τ2². sin² θ plus cos² θ എന്താണ്? ഇത് സിമ്പിൾ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ എന്തായിട്ട് മാറി? then നമുക്ക് എന്ത് കിട്ടി? τ1² plus τ2² is equal to എന്തെന്ന് കിട്ടി? m² b² എന്ന് കിട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ b²ന്റെ ഇക്വേഷൻ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഇസ് m² divided by T1² plus T2². m² നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. എമ്മിന്റെ വാല്യൂ ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്തു. m = NIA ആയിരുന്നു, വിച്ച് വാസ് നമ്മൾ ഫൈൻഡ് ചെയ്തു 10 ആംപിയർ m² ആയിരുന്നു. അപ്പൊ എന്തായിരിക്കും അതിന്റെ സ്ക്വയർ? എന്ത് വരും? 10ന്റെ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 100 വരും അല്ലെ? T1ന്റെ വാല്യൂ എന്താണ്? τ1ന്റെ വാല്യൂ വാസ് 0.3 Nm and T2 എന്തായിരുന്നു? 0.4 Nm ആയിരുന്നു.
അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 0.3 ഹോൾ സ്ക്വയർ പ്ലസ് 0.4 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് 100 പ്ലസ് എന്ത് വരും 0.09 പ്ലസ് 0.016 എന്ത് വരും 100 ഡിവൈഡഡ് ബൈ ഓക്കെ നമ്മൾ ഇല്ലല്ലോ, ഓ സോറി, നമ്മളെ ഇക്വേഷൻ ചെറുതായിട്ട് തെറ്റിപ്പോയില്ലേ. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ. ജസ്റ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മാറിപ്പോയതാണ്. അപ്പോ 0.3 സ്ക്വയർ പ്ലസ് 0.4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ which is equal to 0.09 plus 0. Okay, 0.09 ഉം 0.25 എത്രയാ വരിക? It will be 0.25 ആയിരിക്കും by 100 അല്ലേ? Okay, that is ഇത് ബി സ്ക്വയറിന്റെ വാല്യൂ ആണ്. അപ്പൊ ബിയുടെ വാല്യൂ എന്തായിരിക്കും? ബി വിൽ ബി ഈക്വൽ ടു 0.25 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും, which is 0.5 ഡിവൈഡഡ് ബൈ 10. 0.5 ഡിവൈഡഡ് ബൈ 10 എന്താണ്? 0.05. അപ്പൊ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? ബി ഇസ് ഈക്വൽ ടു 0.05 ടെസ്ല എന്ന് കിട്ടി. ഇത് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷന്റെ ഓപ്ഷൻസിൽ ഉണ്ടോ? ഉണ്ട്. 0.05 ടെസ്ല. ഇതാണ് നമ്മുടെ ഇക്വേഷന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചു. ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എം ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? എം ബി സൈൻ തീറ്റ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അതിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? NI ഇൻറ്റു എ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പഠിച്ച എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ, 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും നോക്കി വെച്ചോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ടോറോയിഡ് വിത്ത് 500 ടേൺസ് of wire carries a current of 2 pi ampere. Okay, a metal ring inside the toroid provides the core and has a susceptibility 2 into 10 raised to minus 5. If the magnetization is 5 into 10 raised to minus 2 ampere per meter, then radius of the ring is. അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാല്, ഒരു ടൊറോയിഡ് ഉണ്ട്. ടൊറോയിഡിന് 500 ടേൺസ് ഉണ്ട്. ഓക്കെ, ടൊറോയിഡിനകത്ത് ഒരു റിംഗ് കോർ ഉണ്ട്. ആ റിംഗ് ആണ് എന്താ പറയുന്നത്? റിംഗ്, മെറ്റൽ റിംഗ് ഇൻസൈഡ് ദ ടൊറോയിഡ് പ്രൊവൈഡ്സ് കോർ. അതിന്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് 2 into 10 raised to minus 5 ആണ്. ഇനി മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് 5 into 10 raised to minus 2 ആണെങ്കിൽ ഈ റേഡിയസ്, റിംഗിന്റെ റേഡിയസ് ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചാപ്റ്ററും നമ്മൾ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ നമ്മൾ പഠിച്ചിട്ടുള്ള 2 ഇക്വേഷൻസും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അതായത് ടൊറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഒരു ടൊറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നറ്റൈസേഷൻ എന്നുള്ളതും സസെപ്റ്റിബിലിറ്റി നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററിലാണല്ലേ. ആ 2 പോയിന്റ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ടഫാന്ന് തോന്നിയാലും ചെയ്യാൻ അധികം ഒന്നുമില്ല. നിങ്ങൾ ചെയ്തു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. നമ്മളോട് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എഴുതിയെടുക്കണം. ആദ്യം n തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ടൊറോയിഡിന്റെ എത്രയാണ്? 500 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിലൂടെ ക്യാരി ചെയ്യുന്ന കറണ്ട് തന്നിട്ടുണ്ടല്ലോ, ദാറ്റ് ഇസ് 2 pi amperes ആണ് തന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ തന്നിട്ടുണ്ട്? A metal ring inside the toroid provides core and has a susceptibility. ആ ഒരു റിങ്ങിന്റെ സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട് 2 into 10 raised to minus 5. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇഫ് ദ മാഗ്നറ്റൈസേഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ നമ്മൾ ക്യാപിറ്റൽ M എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് 5 into 10 raised to minus 2 ampere per meter ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളത് എന്താണ്? ആ റിങ്ങിന്റെ റേഡിയസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ടൊറോയിഡിന്റെ അകത്തുള്ള റിങ്ങിന്റെ റേഡിയസ് ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളത്. സിമ്പിൾ അല്ലേ?
നമുക്ക് നോക്കാം. ആ ഒരു റിങ് ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ, സോളിനോയിഡ് ഒരു റിംഗ് ആയി ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൊറോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ ഇക്വേഷൻസ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മളുടെ ഈ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മാഗ്നറ്റൈസേഷന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ദാറ്റ് ഇസ് കൈ അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി ഇൻറ്റു എച്ചിനെയാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നറ്റൈസേഷൻ ഇക്വേഷൻ നമുക്കറിയാം, എം ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച്. ഇനി ഈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബി ഈക്വൽ ടു μ0 എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? ദാറ്റ് ഇസ് μ0 ഡിവൈഡഡ് ബൈ ബി ആണല്ലോ, അല്ലെ? സോറി, ബി ഡിവൈഡഡ് ബൈ μ0 ആണല്ലോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തെറ്റിപ്പോകുന്നുണ്ടോ? ബി ഡിവൈഡഡ് ബൈ μ0 ആണല്ലോ എച്ച്. അപ്പൊ നമുക്ക് എമ്മിനെ എങ്ങനെ എഴുതാം? എം ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ μ0 എന്ന് എഴുതാം. ഇനി ഒരു ടൊറോയിഡിന്റെ കേസിൽ ബിയുടെ വാല്യൂ എന്താണ്? 4a ടൊറോയിഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ടൊറോയിഡ് n ടേൺസ് ഉള്ള ഒരു ടൊറോയിഡ് ആണെങ്കിൽ ആ ടൊറോയിഡിന്റെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? വിത്ത് n ടേൺസ്. ഓക്കെ, n ടേൺസ് ഉള്ള ഒരു ടൊറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ബി ഈക്വൽ ടു എന്ത് വരും? μ0 n ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു ഐ ആണ്, അല്ലെ? ഇത് എവിടെന്നാ നമ്മൾക്കറിയാം. നമ്മൾ ബി ഈക്വൽ ടു എന്താണ്? μ0 n i എന്നാണ് എഴുതാറ്. ഈ n എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൊറോയിഡിന്റെ കേസിലെ ടേൺസ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താണ് സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ n ഡിവൈഡഡ് ബൈ 2πr എന്ന് എഴുതുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, അല്ലെ? ബിന്റെ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഈ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 2 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, നമുക്ക് വേണ്ടത് മാഗ്നറ്റൈസേഷൻ ആയിരുന്നു, which is denoted as chi b by μ0. ബിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. chi ഇൻറ്റു ബിയുടെ ഇക്വേഷൻ എന്താണ്? μ0 ക്യാപിറ്റൽ N I ഡിവൈഡഡ് ബൈ 2πr ഡിവൈഡഡ് ബൈ μ0 ആണ്, അല്ലെ? μ0യുടെ വാല്യൂസ് കട്ടായി പോവില്ലേ? രണ്ടിലും μ0 കട്ടായി പോവും. ദെൻ എന്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ? നമുക്ക് മാഗ്നറ്റൈസേഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് chi n I ഡിവൈഡഡ് ബൈ 2πr എന്ന് എഴുതാം. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാനുള്ളത്? റേഡിയസ് ആണ്, r ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? chi n I ഡിവൈഡഡ് ബൈ 2πm എന്ന് എഴുതാം. ഇതിൽ നോക്കിയ എല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്. കൈന്റെ വാല്യൂ ഉണ്ട്, എത്രയാണ്? ഇതിലെല്ലാ വാല്യൂസും നമ്മളെ കയ്യിലുണ്ട്. ഫൈനലി നമ്മൾ എഴുതിയത് എന്താണ്? r ഈക്വൽ ടു chi n I ഡിവൈഡഡ് ബൈ 2πm. ഓക്കെ, ഇതിലെല്ലാ വാല്യൂസും ഇല്ലേ? കൈന്റെ വാല്യൂ ഉണ്ടല്ലോ. കൈന്റെ വാല്യൂ എത്രയാ പറഞ്ഞേ? 2 ഇൻറ്റു 10⁻⁻5. 2 ഇൻറ്റു 10⁻⁻5 ആണ് കൈന്റെ വാല്യൂ എന്ന് പറയുന്നത്. മാഗ്നറ്റൈസേഷന്റെ വാല്യൂ ഇല്ലേ? മാഗ്നറ്റൈസേഷന്റെ വാല്യൂ എന്താണ്? m is equal to 5 ഇൻറ്റു 10⁻⁻2 ആംപിയർ പെർ മീറ്റർ ആണ്. പിന്നെ ഐന്റെ വാല്യൂ ഉണ്ട്, എത്രയാണ്? 2π ആംപിയേഴ്സ് ആണ്. എമ്മിന്റെ വാല്യൂ ഉണ്ട്, മാഗ്നറ്റൈസേഷന്റെ വാല്യൂ ഓക്കെ അത് നമ്മൾ എഴുതിയില്ല ഓൾറെഡി. ഓക്കെ, എന്നിന്റെ വാല്യൂ ഉണ്ട്. n എത്രയാണ്? 500 ടേൺസ് ആണ്. n ഈക്വൽ ടു 500. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് r കണ്ടുകൂടെ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ r ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു n എന്ന് പറയുമ്പോൾ 500, i എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻2. ഓക്കെ, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. 5ഉം 5ഉം കട്ടായി പോയി, 5ഉം 500ഉം കട്ടായി പോയാൽ 100 ആയി. ഇനി ഇവിടെ 100 ഇവിടെ നോക്കിയ ഈ ഒരു ഓക്കെ ബാക്കി എന്ത് വരും? r ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁻5 100 ഞാൻ 10 സ്ക്വയർ എന്ന് എഴുതി.
10⁻². ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻². ആകും. ദെൻ ഇറ്റ് വിൽ ബി എന്തായിട്ട് മാറി? R equal to 2 into 10⁻⁻5 into 10⁻⁴, which is equal to 2 into 10⁻⁻1 എന്ന് വരും. 2 into 10⁻⁻1 എന്താണ്? 0.2 മീറ്റർ ആണ്. നമുക്ക് മീറ്ററിലാണോ ഓപ്ഷൻസ് നോക്കിയാൽ 0.2 മീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? എല്ലാം സെന്റിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. 0.2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? 20 സെന്റിമീറ്റർ. ഇതിലിപ്പോ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം മാഗ്നറ്റൈസേഷൻ, ഞാൻ പറഞ്ഞല്ലോ മാഗ്നറ്റൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മാഗ്നറ്റൈസേഷനെ ബേസ് ചെയ്ത് പറയുമ്പോൾ മാഗ്നറ്റൈസേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് chi into h ആണ്. ഇനി ബി എന്ന് പറയുന്നതിന് നമ്മൾ μ0 h എന്ന് എഴുതാം. സോ നമുക്ക് എച്ചിനെ നമുക്ക് എന്ത് എഴുതാം? h equal to b by μ0 എന്ന് എഴുതാം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫോർ ടൊറോയിഡിന്റെ ഇക്വേഷൻ, ടൊറോയിഡിന്റെ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ni ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? μ0 ക്യാപിറ്റൽ N I ഡിവൈഡഡ് ബൈ 2πr എന്ന് എഴുതാം. ഇവിടെ r എന്ന് പറയുന്നത് എന്തിന്റെ റേഡിയസ് ആണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടൊറോയിഡിന്റെ റേഡിയസിനെയാണ് r എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A magnetic field of 10⁻⁻4 K Tesla exert a force 4i minus 3j into 10⁻⁻12 Newton on a particle having charge 10⁻⁻9 coulomb. The speed of the particle is, okay, കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ മിക്കവർക്കും എന്തായിരിക്കും ഇത് എങ്ങനെയാ ചെയ്യാന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്പീഡാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഫോഴ്സും ആണ്. മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ്, അതുപോലെ തന്നെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ റിലേഷൻ ആണ്. ദാറ്റ് ഇസ് F equal to Q into V cross B എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഓരോ ടേംസും നമുക്ക് തന്നിട്ടുണ്ട്. എഫിന്റെ വാല്യൂ എത്രയാ തന്നിട്ടുള്ളത്? എഫിന്റെ വാല്യൂ തന്നിട്ടുള്ളത് 4i minus 3j into 10⁻⁻12 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. 12 അല്ലേ? ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് -10⁻⁻4 അല്ലേ? ഓക്കെ, 10⁻⁻4 K ടെസ്ലയാണ് തന്നിട്ടുണ്ട്. പിന്നെ ക്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10⁻⁻9 കൂളം. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ? വിയുടെ വാല്യൂ കാണാം, സിമ്പിൾ ആയിട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. വിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? വി ഒരു വെക്ടർ ആണല്ലോ. സോ VXI പ്ലസ് VYJ പ്ലസ് VZK എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ V ക്രോസ് B കാണാൻ സിമ്പിൾ അല്ലേ? V ക്രോസ് B എങ്ങനെ കാണാം? V ക്രോസ് B കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനന്റ് കാണണം. സോ ഇറ്റ് വിൽ ബി IJK. വീണ്ടത് VX, VY, VZ, വിന്റെ കമ്പോണൻസ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണൻസ് എന്താണ്? X കമ്പോണന്റ് 0, Y കമ്പോണന്റ് 0, Z കമ്പോണന്റ് എന്ന് പറയുമ്പോൾ 10⁻⁻4 വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? I ഇൻറ്റു എന്ത് കിട്ടും? VX ഇൻറ്റു 10⁻⁻4 മൈനസ് 0 അല്ലെ? ഇനി -J ഇൻറ്റു എന്ത് വരും? ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഐൻ്റെത് VX എന്ന് എഴുതിയ VY. ഓക്കെ, എക്സിൻ്റെത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജെയുടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? VX ഇൻറ്റു 10⁻⁻4 അല്ലെ? VX ഇൻറ്റു 10⁻⁻4 VX ഇൻറ്റു 10⁻⁻4 മൈനസ് 0 പ്ലസ് കെയുടെ എന്ത് വരും? കെയുടേത് വിൽ ബി കെ. നമ്മൾ ഇത് റോയിങ് കോളം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി 0 ഇൻറ്റു 0 0 മൈനസ് 0, അതായത് കെ കമ്പോണന്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? വി ക്രോസ് ബിയുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടിയില്ലേ? വി ക്രോസ് ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 10⁻⁻4 VYI മൈനസ്
എന്ത് Vx 10⁻⁴ Vxj എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് V ക്രോസ് Bയുടെ ഇക്വേഷൻ കിട്ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാലോ. നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് F = Q × V ക്രോസ് B ആയിരുന്നു. Qയുടെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് 4I - 3J × 10⁻⁻12 ന്യൂട്ടൺ ആയിരുന്നു അല്ലേ? ഓക്കെ, 10⁻⁻12 ന്യൂട്ടൺ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു Q എന്ന് പറയുന്നത് 10⁻⁹ ആണ്. പിന്നെ ക്രോസ് ബിയുടെ വാല്യൂ കിട്ടി 10⁻⁴ Vy I - 10⁻⁴ Vxj. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, 10⁻⁻12 4 × 10⁻⁻12 I 4 × ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. I - 3 × 10⁻⁻12 J which is equal to, ഇപ്പുറത്തേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁹ × 10⁻⁻4 എന്തായിരിക്കും? which is equal to 10⁻⁹ - 4 ആയിരിക്കും, which is equal to 10⁻⁻13 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, 10⁻⁻13. സോ എന്ത് വരും? 10⁻⁻13 Vy I - 10⁻⁻13 Vxj എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് I and J കമ്പോണൻസ്. ജെന്റെയും ഐന്റെയും കമ്പോണൻസിനെ ഇക്വേറ്റ് ചെയ്യാലോ. ഓക്കെ, ഇനി സിമ്പിൾ ആണ്. ജെന്റെ കമ്പോണൻസ്, ഐയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 4 × 10⁻⁻12 which is equal to എന്ത് വരും? 10⁻⁻13 Vy എന്ന് വരും. അങ്ങനെയാണെങ്കിൽ Vy എത്രയാണ്? Vy will be equal to 4 × 10⁻⁻12 divided by 10⁻⁻13 അല്ലേ? ഓക്കെ, that is 10⁻⁻12 × 10⁻⁻, മൈനസ് അല്ല, മൈനസ് മുകളിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും 13. ഓക്കെ, 13 - 12 എത്രയാണ്? 4 × 10. ഓക്കെ, ദാറ്റ് ഇസ് 40 എന്ന് വരും. അപ്പൊ Vyയുടെ വാല്യൂ കിട്ടിയല്ലോ. Vy ഈസ് ഈക്വൽ ടു 40 കിട്ടിയില്ലേ? Vy 40 ആണ്. Vy ഈക്വൽ ടു 40. അങ്ങനെയാണെങ്കിൽ Vx ഫൈൻഡ് ചെയ്യാലോ. Vx ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? J കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. J കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് കാണാവുന്നേ ഉള്ളൂ. Vy 30 ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും Vx എത്രയാന്ന്. ഓക്കെ, Vx × 10⁻⁻13. അങ്ങനെ എന്താ Vxന്റെ വാല്യൂ എന്ത് കിട്ടും? 3 × 10⁻⁻12 × 10⁻13 എന്ന് കിട്ടും അല്ലെ? കാരണം -13 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +13 ആയിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പൊ Vxന്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആന്ന് കിട്ടി. ഓക്കെ, മീറ്റർ/സെക്കൻഡ്. അപ്പൊ നമുക്ക് കിട്ടി, എന്തൊക്കെയാ കിട്ടിയേ? Vx 30 മീറ്റർ/സെക്കൻഡ്, Vy 40 മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെലോസിറ്റി എന്താണ്? ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ആണല്ലോ. വെക്ടറിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് Vx² + Vy² അല്ലേ? ദാറ്റ് ഈസ് 30² + 40². 30² + 40² എത്രയാ വരിക? √50² അല്ലേ? ദാറ്റ് ഈസ് 900 + 160 1600 is equal to 2500 ആയിരിക്കും. ഇറ്റ് വിൽ ബി 50 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ ഏതാണ് ഇപ്പൊ വാല്യൂ കിട്ടിയത് നമുക്ക്? 50 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, 50 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. എത്രയാണ്? 50 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, വേണമെങ്കിൽ ഓക്കെ, 50 മീറ്റർ/സെക്കൻഡ്. അവിടെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ 50 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതിൽ നമ്മൾ പഠിച്ചത് ഒരു ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഇൻ പ്രസൻസ് ഓഫ് ആൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു ചാർജിന്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q × V ക്രോസ് B ആണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ.
എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതും പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് a conductor of length 20 centimeter carrying a current of 5 ampere is placed at an angle of 30 degree to an external magnetic field of 0.5 Tesla. The force acting on it. ഭയങ്കര സിമ്പിൾ ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വന്നോ? ഏതാ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ? ഫോഴ്സ് ആണ് കാണേണ്ടത് അല്ലേ? നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ തന്നിട്ടുണ്ട്? ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്ററിനെ ഞാൻ 0.2 മീറ്റർ എന്ന് എഴുതുന്നു. ദെൻ രണ്ടാമത്തെ തന്നിട്ടുള്ള എന്താണ്? കറണ്ട്. അതിലൂടെ ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എത്രയാണ്? 5 ആംബിയേഴ്സ് ആണ്. പ്ലേസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഇസ് 0.5 ടെസ്ലയാണ്. പിന്നെ ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 30 ഡിഗ്രി ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആണ്. ഫോഴ്സ് കാണാൻ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യേണ്ടത്? ഒരു കറന്റ് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ ഫോഴ്സ് എന്താണ്? ദാറ്റ് ഇസ് ക്യൂ എന്താണ് നമുക്ക് കാണേണ്ടത്? I ഇൻറ്റു എൽ ക്രോസ് ബി ആണ് അല്ലെ? I ഇൻറ്റു എൽ ക്രോസ് ബി. I L B sin theta. എല്ലാം ഡയറക്റ്റ് അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ചെയ്യാലോ. വിച്ച് ഈസ് നമുക്ക് ഫോഴ്സ് കാണാം. ദാറ്റ് ഇസ് I L B sin theta ആണ്. എല്ലാ പാരാമീറ്റേഴ്സും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഐന്റെ വാല്യൂ എത്രയാണ്? 5 ആംബിയേഴ്സ് ആണ്. 5 ഇൻറ്റു എൽ എത്രയാണ്? 0.2 മീറ്റേഴ്സ്. ബി എത്രയാണ്? 0.5. സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സൈൻ 30 ഡിഗ്രി. ഓക്കെ, സൈൻ 30യുടെ വാല്യൂ എത്രയാ? സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 ആണ് നമുക്കറിയാം. ദെൻ 5 ഇൻറ്റു 0.2 ഇൻറ്റു 0.5 ഇൻറ്റു 1/2 എത്ര കിട്ടും? സിമ്പിൾ ആയിട്ട് ചെയ്യാലോ അല്ലെ? 2ഉം ഇതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 10. ഓക്കെ, ദെൻ 5 ഇൻറ്റു 0.5 എന്ത് കിട്ടും? 2.5 അല്ലേ? 2.5 divided by 10 it will be 0.25 ന്യൂട്ടൺ. 0.25 ന്യൂട്ടൺ ആണ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. 0.25 ഇല്ലേ? ഉണ്ട്. 0.25 ആണ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഒരു കറണ്ടിന് ഇപ്പൊ നമ്മൾ ഇതിൽ പഠിച്ചത് എന്താണ്? ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് ആണെങ്കിൽ ആ ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് അല്ല, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഓക്കെ, ഇറ്റ് ഇസ് F equal to I into L cross B. L എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ കറന്റ് ക്യാരിങ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ആയിട്ട് ചെയ്യാനുള്ളതല്ല. ഇത് നമ്മൾ ലോജിക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കൊന്ന് ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഞാനങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഒന്ന് നോക്കിയേ. A current carrying coil is placed in a magnetic field B experiences a torque. If theta is the angle between the normal plane of the coil and magnetic field B is the flux linked with the coil. Okay, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു കോയിൽ ഉണ്ട്. ആ കോയിലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആ മാഗ്നറ്റിക് ഫീൽഡും ആ പ്ലെയിനിന്റെ ആ കോയിലിന്റെ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ ആണ്. അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഫ്ലക്സും എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ആംഗിൾസും, അല്ലെങ്കിൽ അത് മിനിമം ആവലെപ്പോഴാണ് മാക്സിമം ആവലെപ്പോഴാന്നുള്ള കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതിൽ ഓരോരോ ടേംസ് നോക്കിയിട്ട് അത് ശരിയാണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെയാന്ന് നോക്കാണ്. ടോർക്ക് എന്നറിയാലോ. ടോർക്ക് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. എം ക്രോസ് ബി എന്ന് പറഞ്ഞാല് എം ബി സൈൻ തീറ്റയാണ്. ഓക്കെ, നമ്മൾ ഇതിലിപ്പോ പറയുന്നത് ഫുള്ള് എന്താണ്? നമ്മുടെ ഓപ്ഷൻസ് ഫുള്ള് മിനിമവും മാക്സിമം ആവുന്ന കേസാണ്. അപ്പൊ നമുക്ക് ഓരോരോ കേസ് നോക്കാം. ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ടോർക്ക് മാക്സിമം ആവുന്നത് ടോർക്ക് മാക്സിമം ആവുന്നത് സൈൻ തീറ്റ 1 ആവുമ്പോഴാണ് അല്ലെ? സൈൻ തീറ്റ 1 ആവാന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോർക്ക് മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ബി ആണ് വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന കേസിൽ. ഇനി ടോർക്ക് എപ്പോഴാണ് മിനിമം ആവുന്നത്? ടോർക്ക് മിനിമം ആവുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, സൈൻ തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോ, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആകുന്ന സമയത്ത്. അപ്പോ ടോർക്ക് മിനിമം ടോർക്ക് എത്രയാണ്? ടോർക്ക് മിനിമം ഈക്വൽ ടു 0 ആണ്
ദാറ്റ് ഇസ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആവുന്ന കേസിൽ. ഇനി അടുത്തത് നോക്കിയാലോ, അടുത്തത് ഫ്ലക്സ് ആണ് അല്ലെ. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സിന്റെ ഇക്വേഷൻ കാണാൻ എന്താണ്? ഫൈ ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്, ദാറ്റ് ഇസ് ബി എ കോസ് തീറ്റ. ഇനി നിങ്ങൾക്ക് അറിയാലോ എപ്പോഴാണ് ഫൈ മാക്സ് എത്രയാണ്? ഫൈ മാക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ബി എ ആണ്. ബി എ എപ്പോഴാ സംഭവിക്കുക? കോസ് തീറ്റ ഈക്വൽ ടു 1 ആവുന്ന കേസ്. തീറ്റ 1 ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? വെൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ ഫൈ മിനിമം എപ്പോ ആവുന്നേ? ഫൈ മിനിമം ഈക്വൽ ടു 0 ആണ്, ദാറ്റ് ഇസ് കോസ് തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന കേസിൽ. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് കേസ് നോക്കിയാൽ ഫസ്റ്റത്തെ പോയിന്റ്, അതായത് ഫസ്റ്റ് പോയിന്റ് ടോ ഈസ് മിനിമം അറ്റ് ഫോർ 90 ഡിഗ്രി. ടോ 90 ഡിഗ്രിയിൽ മിനിമം ആണോ? അല്ല. എത്രയാണ്? മാക്സിമം ആണ്. അപ്പൊ ഇതല്ല. അപ്പൊ ഇത് പോട്ടെ. ഇനി അടുത്തത് ടോ ആൻഡ് ഫൈ ആർ മാക്സിമം ഫോർ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ടോ മാക്സിമം ആണ്, തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആവുമ്പോൾ ടോ മാക്സിമം ആണോ? അല്ല, ടോ മിനിമം ആണ്. അപ്പൊ രണ്ടാമത്തതും അല്ല. ഇനി മൂന്നാമത് നോക്കിയാൽ ഫൈ ഈസ് മാക്സിമം ഫോർ 90 ഡിഗ്രി. എന്താണ്? ഫൈ പറയുന്നത് 90 ഡിഗ്രിയിൽ മാക്സിമം ആണോ? അല്ല, മിനിമം ആണ്. അപ്പൊ അതും അല്ല, മൂന്നാമത്തതും അല്ല. ഇനി നാലാമത് നോക്കിയാൽ ഫൈ ആൻഡ് 0 ആർ ടോ ആൻഡ് ഫൈ ആർ 0 ഫോർ 90 ഡിഗ്രി. ടോ 90 ഡിഗ്രി ആവുമ്പോൾ എത്രയാണ്? മാക്സിമം ആണ്. ഫൈ ശരിയാണ്. അപ്പൊ ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റാണ്. അതുകൊണ്ട് ഇതും അല്ല. ഇനി ഇത് നോക്കിയാൽ ഫൈ ഈസ് 0 ആൻഡ് ഫൈ ഈസ് മാക്സിമം ഫോർ 0 ഡിഗ്രി, തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ഇത് ശരിയല്ലേ? ടോ ഈസ് 0 ഫോർ 0 ഡിഗ്രി, അത് ശരിയാണ്. ഫൈ ഈസ് മാക്സിമം ഫോർ 0 ഡിഗ്രി, അതും ശരിയാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഓപ്ഷൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൽ ഓഫ് 50 ടേൺസ് ക്യാരിങ് എ കറന്റ് ഓഫ് 2 ആംപിയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.5 ടെസ്ല. ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ കോയിൽ. കോയിലിന്റെ ഇതും തന്നിട്ടുണ്ട്, ഒരു ഫിഗറും തന്നിട്ടുണ്ട്, ഒരു കോയിൽ തന്നിട്ടുണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത്, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് അല്ലെ. ഓക്കെ, ഇവിടെ ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കോയിലിൽ പ്ലേസ് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ ആണ് നമ്മളോട് പറയാൻ വന്നിട്ടുള്ളത്. ടോർക്കിന്റെ ഡയറക്ഷൻ കൂടെ പറയണ, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, അത് ഡയറക്ഷനും നമ്മൾ നോക്കണം. അപ്പൊ ഡയറക്ഷൻ നോക്കുന്ന മുന്നേ നമുക്ക് എന്തിലേക്ക് പോവാം? ഫസ്റ്റ് എന്തായിരിക്കും വാല്യൂ എന്ന് നോക്കാം. നമുക്കറിയാം ടോർക്ക് ഈക്വൽ ടു എന്താണ്? എം ക്രോസ് ബി ആണ് അല്ലെ. എം ക്രോസ് ബി എന്ന് പറയുന്ന സമയത്ത് ടോർക്ക് നിങ്ങളുടെ എം ബി സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇത് നോക്കിയേ, നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഡയറക്ഷനിലാണ്, ദാറ്റ് ഇസ് നോർത്ത് ടു സൗത്ത്. ഈ ഒരു ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. നമ്മൾ ആ ഒരു ഫിഗർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഓക്കെ, ആ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇപ്പൊ ഈ ഫിഗറിലെ ഇത് നോക്കിയാ, ഈ ഒരു പോയിന്റ് നോക്കിട്ടാ, ഈ രണ്ട് സൈഡ്സും അതേപോലെ തന്നെ ഞാൻ ആ ഒരു ഫിഗർ നിങ്ങൾക്ക് ഒന്നുകൂടെ വരച്ച് പറഞ്ഞുതരാം. നമ്മൾക്ക് തന്നിട്ടുള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നോർത്ത് സൗത്ത്. ഓക്കെ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കോയിലിന്റെ ഓക്കെ, ഒരു റെക്ടാങ്കുലർ കോയിലാണ്. ആ കോയിലിന്റെ സൈഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് 8 സെന്റിമീറ്റർ ആണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇവിടെ കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്? ഇവിടെ ഈ സൈഡിലേക്കും ഇവിടെ താഴേക്കുമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഇനി നമ്മൾ ഇതിനൊന്ന് നെയിം ചെയ്യാം. ജസ്റ്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി ഡി എന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു
കോയിലിനെ നെയിം ചെയ്തു. ഈ ഒരു കോയിലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, എ ബി എന്ന് പറയുന്ന സൈഡും സി ബി എന്ന് പറയുന്ന സൈഡും എന്തിന് അലൈൻ ആയിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തിന് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ? ബി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സൈഡ്സ്? എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എ ബി എന്ന് പറയുന്ന സൈഡും സി ബി എന്ന് പറയുന്ന സൈഡും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ടോർക്ക് ആക്ട് ചെയ്യുമോ? ഇല്ല. ആ ഒരു സൈഡിൽ എന്താ ആക്ട് ചെയ്യില്ല? ടോർക്ക് ആക്ട് ചെയ്യില്ല. സോ നോ ടോർക്ക് ആക്ട്സ് ഓൺ ദീസ് സൈഡ്. ഈ രണ്ട് സൈഡിലും എന്ത് ചെയ്യില്ല? ആക്ട് ചെയ്യില്ല. പക്ഷെ നമ്മൾ മറ്റേ രണ്ട് സൈഡ്സ് എടുത്താലോ, അതായത് ബി സി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ്സ് എടുത്താല് സി ഡി. ഓക്കെ, ഇനി ബി സി എന്ന് പറഞ്ഞ സൈഡും എ ഡി എന്ന് പറയുന്ന വെർട്ടിക്കൽ സൈഡ്സ് എടുത്താലും നോക്കിയേ, വെൻ ഇനി ബി സി ആൻഡ് സി ഡി അതായത് സൈഡ്സ് ആണ്? വെർട്ടിക്കൽ സൈഡ്സ് അല്ലെ? വെർട്ടിക്കൽ സൈഡ്സ് എങ്ങനെയാണ്? വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് മാക്സിമം ആയിരിക്കും. ദാറ്റ് ഇസ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? എം ക്രോസ് ബി ആണ്. ദാറ്റ് ഇസ് എം ബി. അവിടുത്തെ ആംഗിൾ എന്താണ്? സൈൻ 90 ആയിരിക്കും വരിക അല്ലെ? ദാറ്റ് ഇസ് എം ബി ആണ് വരിക. അപ്പൊ ടോർക്കിന്റെ വാല്യൂ എത്ര വരും? ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എമ്മിന്റെ വാല്യൂ എത്രയാണ്? മാഗ്നറ്റൈസേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, മാഗ്നറ്റൈസേഷൻ ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എൻ ഐ എ ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ലേ? എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഓക്കെ, എൻ തന്നിട്ടുണ്ട്. 50 ടേൺസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എൻ എത്രയാണ്? അപ്പൊ അത് നമുക്കൊന്ന് എഴുതി വെക്കാം. എൻ ഈക്വൽ ടു 50 ടേൺസ് ആണെന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലൂടെ ക്യാരി ചെയ്യുന്ന കറണ്ട് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എ കാണാലോ. എ എങ്ങനെ കാണാം? 8 സെന്റിമീറ്റർ ഇൻറ്റു 8 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ n 50 I 2. ഇനി കറണ്ട് എന്ന് പറയുമ്പോൾ 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? (-2) ആൻഡ് 10 ഇൻറ്റു 10⁻². ഓക്കെ, കാരണം മീറ്ററിലേക്ക് മാറ്റണ്ടേ? അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 50 ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 10 ഇൻറ്റു 10⁻4 എന്ന് വരും. ചെയ്ത് നോക്കിയേ. ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. 100 അല്ലെ? 100 ഇൻറ്റു 8 ഇൻറ്റു 10⁻3 അല്ലെങ്കിൽ -3 എന്ന് വരും അല്ലേ? ഓക്കെ, ദാറ്റ് ഇസ് എന്താ വരിക? 8 ഇൻറ്റു 10 സ്ക്വയറും 10⁻³ എന്താ വരിക? 10⁻1. ദാറ്റ് ഇസ് ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, -1 0.8 ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ആംബിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഇതാണോ? അല്ല, ടോർക്ക് ആണ്. ടോർക്ക് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കണ്ട എം ബി ആണ്. എമ്മിന്റെ വാല്യൂ 0.8. ഇനി ബിയുടെ വാല്യൂ എന്താ പറഞ്ഞേ? ബിയുടെ വാല്യൂ നമുക്ക് പറഞ്ഞത് 0.5 ആണ്. ഓക്കെ, 0.5 ഇറ്റ് വിൽ ബി എത്രയായിരിക്കും? 0.8ന്റെ ഹാഫ് ആണ്. ദാറ്റ് ഇസ് 0.4 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പൊ വാല്യൂ കിട്ടി. അതായത് 0.4 ആന്ന് കിട്ടി. ഇനി നോക്കിയാ ഇതിൽ 0.4 ക്ലോക്ക് വൈസും ഉണ്ട്, 0.4 ആന്റി ക്ലോക്ക് വൈസും ഉണ്ട്. ഏതാന്ന് നമുക്കറിയില്ല. 0.4 ആന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ഏതാന്ന് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? എന്താണ്? കറണ്ട് മുകളിലോട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എന്താണ് നമ്മുടെ തമ്പ് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാന്ന് കിട്ടും? മാഗ്നറ്റിക് ടോർക്കിന്റെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇൻവേർട്സ് ആയിരിക്കും. ഇവിടെ എന്താണ്? ഔട്ട്വേർഡ്സ് ആയിരിക്കും അല്ലെ? താഴോട്ട് വരുന്നോണ്ട് ഇവിടെ ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഒരു സൈഡ് ഇൻവേർട്സ്. ഇപ്പൊ ഞാൻ ഈ ഒരു ഇതാണ് ഒരു കോയിലാണെന്ന് വിചാരിച്ചോ, ഇതൊരു കോയിലാണെന്ന് വിചാരിച്ചോ. ഈ കോയിലിന്റെ ഈ ഒരു സൈഡ് അകത്തേക്ക്, ഈ ഒരു സൈഡ് പുറത്തേക്ക്. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. ഇത് അകത്തേക്ക്, ഇത് പുറത്തേക്ക്. ഓക്കെ, ഇത് അകത്തേക്ക്, ഇത് പുറത്തേക്ക് എന്നുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ? മൂവ് ചെയ്യുന്നത് എന്ത് ഡയറക്ഷനിലാണ്?
ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നിങ്ങൾ നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാൻ ഞാൻ ക്യാമറ നോക്കി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നിങ്ങളെ അടുത്തുനിന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്റെ ഈ ഒരു സൈഡ്, അതായത് ഈ BC എന്ന് പറയുന്ന സൈഡ് ഇതാണ്. ഓക്കെ, BCയുടെ സൈഡ് അകത്തേക്കും മറ്റേ AC യുടെ സൈഡ് പുറത്തേക്കും. അപ്പൊ അതെന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ രണ്ട് സൈഡ്സിലെ ഞാൻ കാര്യം പറയുന്നു. BC എന്ന് പറയുന്നത് എന്റെ റൈറ്റ് സൈഡിലെ സൈഡും AD എന്ന് പറയുന്നത് എന്റെ ലെഫ്റ്റ് സൈഡിലെ സൈഡും. ഇത് അകത്തേക്ക് പോകുന്നു, ഇത് പുറത്തേക്ക് വരുന്നു. ദെൻ ഇറ്റ് ഈസ് മൂവിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, സോറി, ആന്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ്. ഓക്കെ, ഇതിൽ ഞാൻ നിങ്ങളോട് തമ്പ് റൂൾ എന്നാണോ പറഞ്ഞത്? എനിക്ക് പെട്ടെന്ന് മാറിപ്പോയി. തമ്പ് റൂൾ, ഞാൻ ഫ്ലെമിങ്സ് റൂൾ എന്നാണോ തമ്പ് റൂൾ എന്നാണോ പറഞ്ഞത്? ഞാൻ വേറെ പോയി. ലൈക്ക് ഫ്ലെമിങ്സ് റൂൾ ആണ് കേട്ടാ. തമ്പ് റൂൾ എന്നാണെന്നോണ്ട് പറഞ്ഞു പോയെ. ഓക്കെ, ഫ്ലെമിങ്സ് റൂൾ ആണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? നമ്മളുടെ ഏതൊക്കെയാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോറി, ഞാൻ തമ്പ് റൂൾ എന്നാണ് പറഞ്ഞു പോയത്, തെറ്റിപ്പോയതാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തൊക്കെ കാണാൻ? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തമ്പ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ഷനിലേക്ക് വരും? ഫോഴ്സിന്റെ ഡയറക്ഷനിൽ വരും. ഫോർ ഫിംഗർ എന്തിന്റെ ഡയറക്ഷനിൽ വരും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വരും. അതേപോലെ തന്നെ ഈ ഒരു നമ്മളുടെ മിഡിൽ ഫിംഗർ ഏത് ഡയറക്ഷനിൽ വരും? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷനിൽ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫിഗറിനെ പാരലൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, കറണ്ട് പോകുന്നത് മുകളിലോട്ടാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവേർട്സ് ആയിരിക്കും. അത് ഈ ഒരു സൈഡ്, അതായത് BC എന്ന് പറയുന്ന ഈ ഒരു സൈഡിലെ കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ കയ്യിൽ കാണിച്ചിട്ടുള്ളത്. ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ട്, ഫോഴ്സ് ഇൻവേർട്സ്. ഓക്കെ, ഇനി ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സെയിം ഇങ്ങോട്ട് തന്നെയാണ്, കറണ്ട് ഡയറക്ഷൻ താഴോട്ടായി. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് വരുന്നത്? ഔട്ട്വേർഡ്സ് ആണ് എന്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇത് ഞാൻ പ്ലെയിനിന്റെ ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുക. എന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡില് മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പുറത്തെ, അതായത് റൈറ്റ് സൈഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്? 4 ഫിംഗർ ആണ്. ഇനി കറണ്ട് എങ്ങോട്ടാണ്? മുകളിലോട്ട് പോകുന്നു. അപ്പോ ഫോഴ്സ് എങ്ങോട്ടാണ്? എന്നിൽ നിന്ന് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ പ്ലെയിനിനകത്തേക്ക്. ഓക്കെ, ഇനി തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി പഠിച്ചു നോക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ആ മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വാല്യൂസ് ഒക്കെ ശരി തന്നെയല്ലേ എന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോ ചോദിക്കുമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോട്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും. കമന്റിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം അടുത്ത സെഷനിൽ. ദെൻ താങ്ക് യു, സീ യു.